ശ്രീ മോഹൻ വർഗീസ് തുടരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഭീഷണി, മെഴ്സിഡസ് ബെൻസും ഡംപ് ട്രക്കും തമ്മിലുള്ള വലിയ കമ്പാരിസൺ നടത്തി സ്വയം ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന അസീം മുനീറിനെ നമ്മൾ കണ്ടു. ലോകത്തിന്റെ പകുതി കൊണ്ടുപോകും ഞങ്ങളെ തകർത്താൽ എന്ന് പറയുന്ന അസീം മുനീർ കയ്യിലിരിക്കുന്ന ഷഹീൻ 3 എന്ന് പറയുന്ന ഏറ്റവും ദൈർഘ്യമേറിയ മിസൈലിന് കിഴക്കനേഷ്യയിൽ പോലും എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് എന്നത് ഓർക്കുന്നു എന്നറിയത്തില്ല. അബാബിൾ 2200 കിലോമീറ്ററാണ്, ഫത്ത 2400 കിലോമീറ്ററാണ് അവരുടെ മാക്സിമം പ്രഹരശേഷി എന്നിരിക്കെ എന്തിനാണ് ഇത്രമാത്രം ബഡായി അടിക്കുന്നത് പാകിസ്ഥാൻ എന്നൊരു ചോദ്യം കൂടിയില്ലേ? അങ്ങനെയുണ്ട്. പാകിസ്ഥാനെ എക്കാലത്തും ബഡായി അടിക്കുക എന്നത് തന്നെയാണല്ലോ പാകിസ്ഥാന്റെ നയം. ഒരു റേഡിയസ് ഒന്ന് നോക്കൂ, 2750 കിലോമീറ്റർ റേഡിയസ് പാകിസ്ഥാന്റെ ഏതെങ്കിലും ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് വിക്ഷേപിച്ചാൽ പരമാവധി എത്താൻ സാധിക്കുന്നത് വെസ്റ്റ് ഏഷ്യയിലെ ചില രാജ്യങ്ങൾ, അതുപോലെ ഇന്ത്യ ഭൂഖണ്ഡത്തിലെ ഇന്ത്യ സബ് കോണ്ടിനെന്റിലെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും, ചൈനയുടെ ചില ഭാഗങ്ങൾ, സെൻട്രൽ ഏഷ്യയുടെ ചില ഭാഗങ്ങൾ. അതല്ലാതെ ലോക ജനസംഖ്യയുടെ ഈ പകുതിയും വസിക്കുന്ന ഇടമല്ലത്. ലോക ജനസംഖ്യയുടെ ഒരുപക്ഷെ ഒരു 4-1 5-1 പേര് ഒരുപക്ഷെ അഫക്റ്റഡ് ആകാം. പക്ഷെ ഇതൊക്കെ വെറും അക്കാദമിക് മാത്രമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഒരു ആണവ ആയുധങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അതിന് ട്രയാഡ് എന്ന ഒരു സങ്കല്പമുണ്ട്. അതായത് കരയിൽ നിന്നും, കടലിൽ നിന്നും, അന്തർവാഹിനികളിൽ നിന്നും, കപ്പലുകളിൽ നിന്നും, കടലിൽ നിന്നും, അതുപോലെ വ്യോമമാർഗവും മിസൈലുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരുപക്ഷെ വിമാനങ്ങളിൽ നിന്നോ ഒക്കെ വർഷിക്കാൻ കഴിയുന്ന രീതിയിൽ ആണവ ആയുധങ്ങളുടെ വിന്യാസം ഉണ്ടായില്ല എങ്കിൽ ഫലപ്രദമായി ആണവായുധങ്ങൾ ഉപയോഗിക്കാനാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആണവായുധങ്ങൾ ഉണ്ടോ, 170 ആണവ ബോംബുകൾ ഉണ്ട് എന്നതല്ല പ്രധാനം, അതിന്റെ ഡെലിവറി സംവിധാനം, അതിന്റെ കൃത്യത, ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇവിടെ അസീം മുനീർ ഈ ആണവ പ്രയോഗത്തിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് ലോക രാജ്യങ്ങൾ ഇപ്പോൾ നിസ്സംഗത പാലിക്കരുത്. ബ്രിങ് ഇന്ത്യ ടു ദ നെഗോഷിയേറ്റിംഗ് ടേബിൾ, വി ആർ ഇച്ചിങ് ടു നെഗോഷിയേറ്റ്. ആദ്യം ഞങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് കാശ്മീർ ആണ്. അവർ അന്നും ഇന്നും എടുത്ത നിലപാട് ഒന്ന് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കാലമായ നിലപാടാണ്, വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് എനി ഇഷ്യൂ വിത്ത് പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാൻ ക്രോസ് ബോർഡർ ടെററിസം നിർത്തിവെക്കാതെ പാകിസ്ഥാനുമായി ഒരു കാരണവശാലും ഒരു ചർച്ചയുമില്ല. പാകിസ്ഥാൻ പറയുന്നു കാശ്മീർ വിഷയം ചർച്ച ചെയ്യുക, മറ്റെല്ലാ വിഷയങ്ങളും ഒറ്റ സെക്കൻഡ് കൊണ്ട് പരിഹരിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ചർച്ചകളില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ നിന്നും ചർച്ചകൾ ഉണ്ടെങ്കിൽ അതൊരു തേർഡ് പാർട്ടി മീഡിയേഷനിലേക്ക് ഇന്ത്യയുടെ നയത്തെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുമോ? നോക്കൂ, ഈ അപകടം മണത്തത് കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യ പല ആവർത്തി ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞതുകൊണ്ടാണ്. പാകിസ്ഥാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ ഒരു മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥതയിൽ, അമേരിക്കയുടെ മാത്രം, വേറെ ഏത് രാജ്യമാണോ ഉള്ളത് മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥതയിൽ കാശ്മീർ വിഷയം മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്ത്, ആണവ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്ത് പരിഹരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പാകിസ്ഥാൻ സ്റ്റേറ്റിന് മുന്നോട്ട് പോകാനൊക്കൂ. ഒരു പരിധിവരെ ഇത് പാകിസ്ഥാന്റെ ദേശീയ താല്പര്യമാണ്. നമുക്ക് പ്രഥമ ദൃഷ്ടിയ ഒരുപക്ഷെ ഒരു മിലിറ്ററി ജനറലിന്റെ, അതായത് ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ വ്യക്തിപരമായ അതിമോഹങ്ങളാണ്, പ്രസിഡന്റ് പദവിയിലെത്താനുള്ള അതിമോഹങ്ങളാണ് എന്ന് തോന്നാം. പക്ഷെ ഒരു ജനതയുടെ മൊത്തം ഇൻട്രസ്റ്റ്, പാകിസ്ഥാന്റെ മൊത്തം ഇൻട്രസ്റ്റ് ആണ് ഇന്ത്യയെ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരിക. തങ്ങളൊരു വീക്ക് സ്റ്റേറ്റിലാണെന്നറിയാം. മാത്രമല്ല പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന സംഭരണ കേന്ദ്രങ്ങളുടെ അടുത്ത് വരെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ പതിച്ചു എന്ന് പറയുമ്പോൾ എനി മൊമെന്റ് പാകിസ്ഥാൻ മിസൈൽ സെന്റർ ഓർ ഈ അമ്യൂണിഷൻ സെന്റർ, അതുപോലെ ആണവ അറപ്പുര കത്തി നശിക്കാം എന്ന ഒരു ഭീതിയുമുണ്ട്. അതുകൊണ്ട് അതിനെ പ്രിയംപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ചില പ്രസ്താവനകളിലൂടെ ലോകരാജ്യങ്ങളുടെ, പ്രത്യേകിച്ചും ഐക്യരാഷ്ട്രസംഘടനയുടെ ഉൾപ്പെടെ ശ്രദ്ധ ഇതിലേക്ക് പതിയണം എന്നൊരു ഗൂഢ ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക മിണ്ടാതെ ഇരിക്കുന്നത്. മറ്റു രാജ്യങ്ങളും കാര്യമായ ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല. ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ തോന്നാം അവരൊക്കെ ഇതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി അതിനെ തള്ളിക്കളയുന്നു. ഇത് അവജ്ഞയോടുകൂടി കാണേണ്ട ഒരു വിഷയമല്ല. ഒരു കാരണവശാലും പാകിസ്ഥാൻ ഇന്ത്യയെ ആണവമായി ആക്രമിക്കാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു വലിയ ഒരു ഡെമോക്രസിന്റെ സോഡ് പോലെ ആണവ വിഷയം നിൽക്കേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യമാണ്, ഇന്ത്യയുടെ ആവശ്യമല്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഈസ് ട്രെഡിങ് വെരി കോഷ്യസ്ലി
രേണുക. ശരി, ശ്രീ എ എം ഷിനാസ്, നമുക്കിനി 5 മിനിറ്റാണ് അവശേഷിക്കുന്നത്. 2.5 മിനിറ്റ് വീതം രണ്ടുപേരിലേക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ എ എം ഷിനാസ്, ഈ പാകിസ്ഥാൻ അർഹമായ ഒരു തുള്ളി വെള്ളം പോലും തട്ടിയെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് ഷഹബാസ് ഷെരീഫ് ഇന്ന് പറയുന്നത്. ഈ അണക്കെട്ട് നിർമ്മിക്കുകയാണെങ്കിൽ അത് മിസൈൽ ഉപയോഗിച്ച് തകർക്കും എന്നൊക്കെയുള്ള ഭീഷണിയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഇനി ഒരു ഓപ്പറേഷൻ സിന്ദൂർ താങ്ങാനുള്ള ശേഷി പാകിസ്ഥാൻ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്തൊക്കെയാണ് പാകിസ്ഥാനേറ്റ പ്രഹരം എന്നത് കഴിഞ്ഞ ദിവസം കുറച്ചുകൂടി വ്യക്തമായ സാഹചര്യത്തിൽ?